ഹായ് എവ്രി വൺ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു പ്രൊഡക്റ്റ് റിവ്യൂ ആണ്. അത് നമ്മുടെ ഹെയറിന് വേണ്ടിയിട്ടുള്ളത് കേട്ടോ. ഒത്തിരി പേര് ഹെയറിൽ ഡാൻഡ്രഫ് കാരണം സ്ട്രഗിൾ ചെയ്യുന്നുണ്ടെന്ന് എനിക്കറിയാം. പേഴ്സണലി എനിക്ക് ഒത്തിരി പേര് അങ്ങനെ അറിയാം. അതല്ലാതെ എനിക്ക് കുറച്ച് പേര് പേഴ്സണലി മെസ്സേജും അയച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഡാൻഡ്രഫ് ആണോ ഡ്രൈ സ്കാൽപ്പ് ആണോ എന്ന് തിരിച്ചറിയാൻ വേണ്ടിയിട്ട് ഒരു വീഡിയോ ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ അതിൻ്റെ ലിങ്ക് കൊടുത്തേക്കാം, അത് പോയി കണ്ടേക്ക്. കാരണം നമ്മൾ ഡ്രൈനെസ് ആണോ അതോ ഡാൻഡ്രഫ് ആണോ എന്ന് തിരിച്ചറിയേണ്ടത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. അപ്പൊ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് കടക്കാം. അപ്പൊ പ്രൊഡക്റ്റ് ഇതാ ഹിമാലയയുടെ ആന്റി ഡാൻഡ്രഫ് ഹെയർ ക്രീം ആണ്. അപ്പൊ ഈ ക്രീം എന്ന് പറയുന്നത് മെയിൻ ആയിട്ട് ഡാൻഡ്രഫ് റിമൂവ് ചെയ്യുന്നതിനും നമ്മുടെ സ്കാൽപ്പ് സൂട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണെന്നാണ് പറയുന്നത്. അപ്പൊ ഈ പ്രൊഡക്റ്റിലെ ഇൻഗ്രീഡിയൻസും കാര്യങ്ങളൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാം. ഈ പ്രൊഡക്റ്റിൽ മെയിൻ ആയിട്ട് വരുന്ന ഇൻഗ്രീഡിയൻസ് ടീ ട്രീ ഓയിലും തുളസിയാണ്. അതല്ലാതെ ഇതിലിപ്പോ മീഥൈൽ പാരബൻ സോഡിയം ബെൻസോയിറ്റ് അങ്ങനത്തെ ഇൻഗ്രീഡിയൻസും അടങ്ങിയിട്ടുണ്ടെന്ന് അവർ ഈ പ്രൊഡക്റ്റിൽ തന്നെ എഴുതിയിട്ടുണ്ട്. പക്ഷെ മെയിൻ ആയിട്ട് നാച്ചുറൽ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ് ഉള്ളത്. ടീ ട്രീ ഓയിലും തുളസിയാണ്. ഈ ടീ ട്രീ ഓയിൽ ആണെങ്കിലും തുളസി ആണെങ്കിലും ഒക്കെ ഇതിൽ ഒത്തിരി ആന്റി ബാക്ടീരിയൽ ആൻഡ് ആന്റി ഫംഗൽ പ്രോപ്പർട്ടീസ് ഉണ്ട്. അപ്പൊ അത് നമ്മൾ ഡാൻഡ്രഫ് റിമൂവ് ചെയ്യുന്നതിന് വളരെയധികം ഹെൽപ്പ് ചെയ്യുന്ന രണ്ട് ഇൻഗ്രീഡിയൻസ് ആണ്. അതുപോലെ ഈ തുളസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു നാച്ചുറൽ കണ്ടീഷണർ ആണ്. നമ്മുടെ ഹെയർ ഭയങ്കരമായിട്ട് സ്മൂത്ത് ആക്കി വെക്കാൻ തുളസി ഹെൽപ്പ് ചെയ്യും. അതുകൊണ്ട് നമ്മുടെ ഹെയർ സ്മൂത്ത് ചെയ്യാനും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇനിയിപ്പോ ഈ ഒരു പ്രൊഡക്റ്റ് വഴി എന്തൊക്കെ കാര്യങ്ങളാണ് ഇവർ ക്ലെയിം ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡാൻഡ്രഫ് മാറും, നമ്മുടെ സ്കാൽപ്പിൽ ഇച്ച്നെസ് മാറും, അതുപോലെ എന്തെങ്കിലും ഇൻഫെക്ഷൻസ് ഉണ്ടെങ്കിൽ അത് മാറും, അതുപോലെ ഹെയർ ഭയങ്കര സ്മൂത്ത് ആൻഡ് സിൽക്കി ആയി കിടക്കും എന്നൊക്കെയാണ് ഇവർ ക്ലെയിം ചെയ്യുന്നത്. ഈ ഒരു പ്രൊഡക്റ്റ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് പേഴ്സണലി തോന്നിയതും ഡാൻഡ്രഫ് മാറാൻ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഓൾസോ ഹെയർ ഭയങ്കര സ്മൂത്ത് ആൻഡ് സിൽക്കി ആയി കിടക്കാനും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇനി ഇതിന്റെ പ്രൈസും കാര്യങ്ങളൊക്കെ പറയുകയാണെങ്കിൽ ഇതിപ്പോ ഒരു 100 മില്ലിയുടെ പാക്കാണ് വരുന്നത്. ഇതിന് 100 റുപ്പീസ് ആണ് റേറ്റ് വരുന്നത്. അപ്പൊ ഇത്രയും പോകുന്ന ഒരു പാക്കേജ് നമ്മൾ ഡാൻഡ്രഫിന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ നമുക്കൊരു 4 to 5 ടൈംസ് യൂസ് ചെയ്യാനുള്ളതാണ് കിട്ടുള്ളൂ കേട്ടോ. അപ്പൊ ഈ ഒരു പാക്കേജിൽ 4 to 5 ടൈംസ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. നമ്മളൊരു ഡാൻഡ്രഫ് മാസ്ക് പോലെ യൂസ് ചെയ്യുകയാണെങ്കിൽ. ഇനി ഇതിന്റെ മണം അല്ലെങ്കിൽ കളറൊക്കെ എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. ഇതെങ്ങനെയാണോ ഇതിന്റെ പാക്കേജിങ്. ഈശ്വര, പറിച്ചെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാ, വൈറ്റാ. ഇതിന്റെ കളറ് വന്നിട്ട് നിങ്ങൾക്ക് കാണുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. മൊത്തം വൈറ്റായി പോകുന്ന അറിയില്ല. ഇതിനൊരു ലൈറ്റ് പിസ്ത കളറാണ് വരുന്നത്. ഇനി ഇതിന്റെ സ്മെല്ല് നല്ല സൂപ്പർ മണാണ്. ഒരു കെമിക്കൽ ബേസ്ഡ് മണമല്ല ഇതിന്, ഭയങ്കര നാച്ചുറൽ ആയിട്ടുള്ള ഒരു മണ. എനിക്ക് ഈ തുളസിയുടെയും ഐ തിങ്ക് തുളസിയുടെയും ടീ ട്രീ ഓയിലിന്റെയും സ്മെല്ല് തന്നെയാണ് കൊടുത്തിരിക്കുന്നത് തോന്നുന്നു. എന്തായാലും നല്ല മണമാണ്. നമ്മൾ ഹെയറിലൊക്കെ ഇട്ട് പോയാലും ഹെയർ നല്ല സൂപ്പർ സ്മെല്ലായിരിക്കും ഇതിന്. ഇനി ഇത് എങ്ങനെയാണ് യൂസ് ചെയ്യുന്നതെന്ന് നോക്കാം. യൂസ് ചെയ്യുന്നത് നിങ്ങൾക്ക് ഇതിന് കുറച്ച് എമൗണ്ട് ഓഫ് ക്രീം എടുക്കുക, സ്കാൽപ്പിലും ഹെയറിലും നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇനി ഇത് നമുക്ക് 3 രീതിയിൽ ഉപയോഗിക്കാം. ഒന്നല്ലെങ്കിൽ രാത്രി നിങ്ങൾക്ക് അപ്ലൈ ചെയ്തിട്ട് ഉറങ്ങി രാവിലെ വാഷ് ചെയ്ത് കളയാം. അല്ലെങ്കിൽ ഹെയർ വാഷ് ചെയ്യുന്നതിന് മുന്നേ ഒരു മണിക്കൂർ മുന്നേയൊക്കെ ഈ ഒരു ക്രീം സ്കാൽപ്പിലും ഹെയറിലും അപ്ലൈ ചെയ്തിട്ട് വെച്ച് വാഷ് ചെയ്ത് കളയാം. ഇതും അല്ലെങ്കിൽ ഹെയർ വാഷ് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഒരു ക്രീം അപ്ലൈ ചെയ്യുന്ന പോലെ ഹെയറിലും സ്കാൽപ്പിലും അപ്ലൈ ചെയ്യാം. അപ്പൊ ഈ ഒരു 3 രീതിയിൽ നിങ്ങൾക്ക് ഏതാണോ കംഫർട്ടബിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ രീതിയിൽ ഈ ക്രീം യൂസ് ചെയ്യാൻ പറ്റും. മെയിൻ ആയിട്ട് ഈ ഒരു ക്രീം ഡാൻഡ്രഫ് മാറ്റാനും സ്കാൽപ്പ് സ്മൂത്ത് ചെയ്യാനാണ് ഹെൽപ്പ് ചെയ്യുന്നത്. ഇതിന്റെ ഒരു എക്സ്ട്രാ ബെനിഫിറ്റ് ആയിട്ട് എനിക്ക് പേഴ്സണലി തോന്നിയത് ഇത് നമുക്കൊരു ലിവിങ് കണ്ടീഷണർ ആയിട്ടോ അല്ലെങ്കിൽ ഒരു സെറം ആയിട്ടോ യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നുള്ളതാണ്. കാരണം ഇപ്പൊ ഞാൻ പറഞ്ഞു ഇതൊരു 4 to 5 ടൈംസ് ആണ് ഇപ്പൊ ഒരു ഡാൻഡ്രഫ് കളയുന്നതിന് വേണ്ടി യൂസ് ചെയ്യുന്നവരാണെന്ന് പറ്റുക. കാരണം അത്യാവശ്യം എമൗണ്ട് ഓഫ് ക്വാണ്ടിറ്റി എടുത്തിട്ട് തന്നെ അപ്ലൈ ചെയ്യാം. അതല്ല നിങ്ങളൊരു സെറം പോലെ യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് ഹെയറിൽ ഇത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നല്ല രീതിക്ക് ഹെയർ മാനേജ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ സിൽക്ക് ആൻഡ് സ്മൂത്തി ആക്കുന്നുണ്ട്. ഇപ്പൊ എന്റെ ചേച്ചിയൊക്കെ അങ്ങനെയാണ് യൂസ് ചെയ്യുന്നത്. അതായത് ജസ്റ്റ് ഇങ്ങനെ ഭയങ്കര സ്മൂത്ത് ആൻഡ് സിൽക്കി ആയിട്ട് ഹെയർ കിടക്കും. അപ്പൊ അതിന് വേണ്ടിയിട്ടും ഈ ഒരു ക്രീം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇനി അപ്പൊ ഇത്രയൊക്കെയാണ് ഈ ക്രീമിനെ കുറിച്ച് എനിക്ക് പറയാനുള്ളത്. ഇനി ഇതിന്റെ ഒരു നെഗറ്റീവ് ആയിട്ട് അല്ലെങ്കിൽ ഒരു ഡ്രോബാക്ക് ആയിട്ട് എനിക്ക് തോന്നിയത് ഇതിന്റെ പാക്കേജിങ് ആണ്. ഇതിപ്പോ ഇങ്ങനെ ഒരു ബോട്ടിൽ ബേസിലാണ് വരുന്നത്. അപ്പൊ ഞാൻ നേരത്തെ കാണിച്ചു നമ്മൾ തുറക്കാം. അപ്പൊ ഇതിങ്ങനെ തുറന്ന് നമ്മൾ എടുക്കുകയാണ്, ക്രീം എടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഇപ്പൊ ഡാൻഡ്രഫ് കളയാനുള്ളവരാണെങ്കിൽ ആദ്യം ഒരു എമൗണ്ട് ഓഫ് ക്രീം എടുത്തു, തേച്ചു, പിന്നെ ഇതേ കൈ വെച്ചിട്ടാണ് വീണ്ടും അതിലിങ്ങനെ അപ്ലൈ ചെയ്ത് എടുക്കുന്നത്. അപ്പൊ ഒരു ഇൻഹൈജീൻ എനിക്ക് ഫീൽ ചെയ്തു. ഇപ്പൊ നമുക്ക് ട്യൂബ് ബേസ് ഒക്കെ ആണെങ്കിൽ കുറച്ചും കൂടെ ഹൈജീൻ ആയിരിക്കും. ഒന്നാമത് ഡാൻഡ്രഫ് ഉള്ളവരുടെ കാര്യമാണ് ഇച്ചിരി കഷ്ടമാണ് നമ്മൾ വീണ്ടും ആ ക്രീം തന്നെ യൂസ് ചെയ്യുന്നത്. അതൊഴിച്ച് ഈ പ്രൊഡക്റ്റ് ഒരു അടിപൊളി പ്രൊഡക്റ്റ് ആണ്. എല്ലാ രീതിയിലും അവർ പറയുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് നല്ല രീതിയിൽ തന്നെ മാറുന്നുണ്ട്. പിന്നെ അഫോർഡ് ചെയ്യാനും എളുപ്പമാണ്. നമുക്ക്
യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഡാൻഡ്രഫ് ഉണ്ട്, നിങ്ങളുടെ ഹെയർ ഒന്ന് സ്മൂത്ത് ആൻഡ് സിൽക്കി ഒക്കെ ആക്കണം താല്പര്യമുള്ളവർക്ക് വേണമെങ്കിൽ ഈ ഒരു പ്രൊഡക്റ്റ് യൂസ് ചെയ്ത് നോക്കാം, നല്ലതാണ്. ഇനി നിങ്ങൾക്ക് വേണ്ട ഇങ്ങനത്തെ പ്രൊഡക്റ്റ് ഒന്നും യൂസ് ചെയ്യാൻ വയ്യ, എന്തെങ്കിലും കെമിക്കൽ എന്തായാലും ഉണ്ടാവില്ല എന്നൊക്കെ വിചാരിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ പറയുന്ന പ്രൊഡക്ട്സ്, അതായത് ടീ ട്രീ ഓയിലും തുളസിയും മിക്സ് ചെയ്തൊരു മാസ്ക് അപ്ലൈ ചെയ്താലും മതി. പക്ഷെ ഈ പ്രൊഡക്റ്റ് ആകുമ്പോൾ നമുക്ക് ക്യാരി ചെയ്യാനും യൂസ് ചെയ്യാനൊക്കെ എളുപ്പമാണ്. ഒരു കണ്ടിന്യൂറ്റി നമ്മൾ ഇങ്ങനത്തെ പ്രൊഡക്റ്റുകൾ മേടിച്ച് വെക്കുമ്പോൾ കിട്ടും. പകരം നമ്മൾ നാച്ചുറൽ ആയിട്ട് ചെയ്യുമ്പോൾ നമ്മളത് എത്രത്തോളം മടിയില്ലാതെ ചെയ്യുന്ന അറിയില്ല, ചെയ്യുന്നവരുണ്ടായിരിക്കും, പക്ഷെ എല്ലാവരും ഒന്നും ചെയ്യില്ല. അതുകൊണ്ടാണ് കൂടുതൽ ആളുകൾ ഇങ്ങനത്തെ പ്രൊഡക്റ്റിലേക്ക് സ്വിച്ച് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടാനുസരണം നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം. അപ്പോൾ അത്രയൊക്കെയാണ് ഈ വീഡിയോയിൽ എനിക്ക് പറയാനുള്ളത്. ഹോപ്പ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന്, നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി ഹെൽപ്ഫുൾ ആയി എന്നൊക്കെ വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓൾസോ ചാനലും കൂടെ സബ്സ്ക്രൈബ് ചെയ്തേക്ക്, ബെല്ലൈക്കൺ കൂടെ അമർത്തിയേക്ക്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ ബൈ.